നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. തദ്വനം പാവകോ ധീമാൻ ദിനാനി ദശപഞ്ച. 10 ദിവസം പിന്നെ 5 ദിവസവും, ഇങ്ങനെ 10ഉം 5ഉം 15 ദിവസം ആ അഗ്നി ആ വനത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. 15 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ ഭക്ഷിച്ചു കഴിഞ്ഞു. ദദാഹ കൃഷ്ണപാർത്ഥാഭ്യാം രക്ഷിത പാകശാസനാത്. പാകശാസനൻ ഇന്ദ്രന്റെ വിരോധത്തിൽ നിന്നിട്ട് കൃഷ്ണനും പാർത്ഥനും കൂടി തന്നെ രക്ഷിക്കുകയുണ്ട്. അഗ്നിഭഗവാന് 15 ദിവസം കൊണ്ട് ആ ഖാണ്ഡവവനത്തെ പൂർണ്ണമായും ഭക്ഷിക്കാനായി സാധിച്ചു. അങ്ങനെ ആ ഖാണ്ഡവവനത്തെ ദഹിപ്പിച്ച ശേഷം എന്തവശേഷിച്ചു? ആകെ 6 പേരെ അവർ ജീവനോടുകൂടി നിലനിർത്തി. ബാക്കി സർവവും ദഹിപ്പിച്ചു. സർവ്വജീവരാശിയെയും രാക്ഷസന്മാരെയും എല്ലാവരെയും, അതേപോലെ തന്നെ മരങ്ങളെയും എല്ലാറ്റിനെയും ദഹിപ്പിച്ചു. 6 പേർക്ക് മാത്രം ജീവിക്കാൻ അവസരം കൊടുത്തു. അശ്വസേനം മയം ചൈവ ചതുര ശാർഗകാംസ്തത. അശ്വസേനനെ ഇന്ദ്രനാണ് രക്ഷിച്ചത്. അർജുനനെ പറ്റിച്ച് ഒരു നിമിഷം പറ്റിച്ചിട്ട് ഇന്ദ്രൻ രക്ഷിച്ചു. തക്ഷകന്റെ പുത്രനാണ് അശ്വസേനൻ. പിന്നെ മയന് അർജുനൻ അഭയം കൊടുത്തു, അങ്ങനെ മയനെ രക്ഷിച്ചു. പിന്നെ ശാർഗക പക്ഷികൾ കുഞ്ഞുങ്ങൾ, പറക്ക മുറ്റാത്ത കുഞ്ഞുങ്ങൾ 4 എണ്ണം. ആ 4 അഗ്നി ഭഗവാൻ രക്ഷിച്ചു. ഇങ്ങനെ 6 പേര്, ശാർഗക പക്ഷികൾ 4 എണ്ണം, മയൻ, അതേപോലെ അശ്വസേനൻ, ഇങ്ങനെ 4ഉം 2ഉം 6 പേര് ആ അവസരത്തിൽ ഇവരുടെ കാരുണ്യത്താല് ആ വലിയ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. തുടർന്നാണ് ശാർംഗകോപാഖ്യാനം ഏതാനും അധ്യായങ്ങളിലൂടെ വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിക്കുന്നത്. ജരിത എന്നുള്ളതായ ശാർംഗക പക്ഷിയുടെ മക്കളാണ് 4 കൊച്ച് പറക്കമുറ്റാത്ത ശാർംഗകങ്ങൾ. ജരിതയുടെ ഭർത്താവ് മന്ദബാലനും. അതൊരു വലിയ കഥയാണ്. ആ കഥയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം തേജസ്സാണ്. മനസ്സിന്റെ ഉറപ്പ്, മനസ്സിന്റെ ആ അചഞ്ചലമായിട്ടുള്ള സുധീരമായിട്ടുള്ള ആ കർമ്മമാർഗത്തിലൂടെയുള്ള മുന്നേറ്റം, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതാണ് ദൈവീ സമ്പത്തിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ ശാർംഗകോപാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇനി ഇതിന്റെ തുടർന്നുള്ളതായ ഭാഗം ശ്രീകൃഷ്ണനും മയനും അർജുനനും അവിടെയുണ്ട്, അഗ്നി ഭഗവാൻ അവിടെയുണ്ട്. ഖാണ്ഡവദാഹം പൂർണ്ണമായി കഴിഞ്ഞു. അതോടുകൂടിയിട്ട് ഇനി കൃഷ്ണാർജുനന്മാർക്ക് അവിടെ നിന്ന് പോകാം. അഗ്നി ഭഗവാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ, അഗ്നി ഭഗവാൻ ആവശ്യപ്പെട്ടിട്ടാണല്ലോ അവര് ആ വനത്തിന്റെ സമീപത്ത് നിന്നിരുന്ന അവർ വനത്തിലേക്ക് പ്രവേശിച്ച് ആ വനത്തെ ദഹിപ്പിക്കാൻ വേണ്ടുന്ന സർവ കർമ്മങ്ങളും ചെയ്തത്, ഇന്ദ്രാദികളെ തോൽപ്പിച്ചത്. അഗ്നി ഭഗവാന്റെ വാക്ക് കേൾക്കണം, എന്നിട്ട് മാത്രമേ അവിടുന്ന് പോകാൻ പറ്റൂ. ഇവരിത്രയും പേര് അവിടെയുണ്ട്. ആ അവസരത്തിൽ ദേവേന്ദ്രൻ ആകാശത്ത് നിന്നിട്ട്, ദേവലോകത്ത് നിന്നിട്ട് ഇറങ്ങി വരികയാണ്. ആ ശാർംഗക പക്ഷികളുടെ ഉപാഖ്യാനം വ്യാസഭഗവാൻ പറഞ്ഞു തീർത്തിട്ട് ഈ കഥ തുടരുകയാണ്.
അദ്ദേഹം പറയുന്നു, തതോന്തരീക്ഷാത് ഭഗവാൻ അവതീര്യ പുരന്തര. പുരങ്ങളെ, പട്ടണങ്ങളെയെല്ലാം തകർക്കുന്നവനായിട്ടുള്ള, ശത്രുവിന്റെ നഗരങ്ങളെ മുഴുവൻ തകർത്തെറിയുന്നവനായിട്ടുള്ള വീരനായിട്ടുള്ള ഇന്ദ്രൻ, ഭഗവാനായ ഇന്ദ്രൻ, അദ്ദേഹം അന്തരീക്ഷത്തിൽ നിന്നിട്ട്, അങ്ങ് ദേവലോകത്ത് നിന്നിട്ട് അദ്ദേഹം ഇറങ്ങി വന്നു. എങ്ങനെ? മരുദ്ഗണൈർ വൃത, ദേവന്മാരാൽ ചുറ്റപ്പെട്ട്, ദേവന്മാരോടൊപ്പമാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. പാർത്ഥവം കേശവം ചേതമബ്രവീത്, അർജുനന്റെയും കൃഷ്ണന്റെയും മുമ്പിൽ വന്നു നിന്നിട്ട്, മുമ്പിൽ അന്തരീക്ഷത്തിലായിട്ട് നിന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് ഇന്ദ്രൻ പറഞ്ഞത്? കൃതം യുവാഭ്യാം കർമ്മേദം അമരൈരപി ദുഷ്കരം. അമരന്മാർക്ക് പോലും ദുഷ്കരമായിരിക്കുന്ന, ചെയ്യാൻ സാധിക്കാത്തതായിരിക്കുന്ന വളരെയേറെ കഠിനമായിട്ടുള്ള കർമ്മമാണ് ഇവിടെ നടന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ മികവ് കൊണ്ട് ചെയ്തതാണ്. അങ്ങനെ നിങ്ങളുടെ ആ സാമർഥ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. യുദ്ധത്തിൽ നിങ്ങൾ എന്നെ തോൽപ്പിച്ചു എന്നുള്ളതായ അനിഷ്ടം എന്റെ മനസ്സിലില്ല. എന്തുകൊണ്ടെന്നാൽ വീരനെ അഭിനന്ദിക്കാൻ സാധിക്കും. വീരന്മാർക്ക് മാത്രമേ മറ്റു വീരന്മാരെ ബഹുമാനിക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് പറ്റില്ല. ദുർബലന്മാരെ എങ്ങനെയെങ്കിലും ഒരു വിജയം മോഷ്ടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ തോറ്റുപോയ ആളുകളെ പരമാവധി ഉപദ്രവിക്കുകയും അപഹസിക്കുകയും ചെയ്യും. ലോകചരിത്രം അതിനുള്ളതായ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ അണിനിരത്തുന്നു. എന്നാൽ വീരന്മാരായിട്ടുള്ള ആളുകൾ, ഒരു വീരൻ തോറ്റു എന്നിരിക്കട്ടെ, ആ തോറ്റ വീരനെ ആദരിക്കും, അയാളുടെ വീരതയെ ആദരിക്കും. ഇന്ദ്രൻ വീരനാണ്, അതുകൊണ്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ ആദരിക്കുന്നത്. നിങ്ങളുടെ ആ വീരതയെ ഞാൻ ബഹുമാനിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വരം തരാൻ ആഗ്രഹിക്കുന്നു. വരം വൃണീതം തുഷ്ടോസ്മി ദുർലഭം പുരുഷേഷ്വിഹ. നിങ്ങൾ വരങ്ങൾ ചോദിച്ചുകൊള്ളുക. ഈ ലോകത്ത് മറ്റാർക്കും കിട്ടാത്തതായിട്ടുള്ള ദുർലഭമായിരിക്കുന്ന വരങ്ങളായാലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ ചോദിച്ചുകൊള്ളൂ. നിങ്ങൾ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. വരങ്ങളെ ഞാൻ തരുന്നുണ്ട് എന്ന് ഇന്ദ്രൻ കൃഷ്ണാർജുനന്മാരോട് പറഞ്ഞു. ഉടൻ തന്നെ പാർത്ഥൻ വരം ചോദിക്കാം. പാർത്ഥസ്തു വരയാമാസ ശക്രാത് അസ്ത്രാണി സർവശ പ്രദാതും തച്ച ശക്രസ്തു കാലം ചക്രേ മഹാദ്യുതി. പാർത്ഥൻ ഇന്ദ്രനോട് പറഞ്ഞു, അങ്ങയുടെ കൈവശം വളരെയേറെ ദിവ്യായുധങ്ങളുണ്ട്. ആ ദിവ്യായുധങ്ങളെല്ലാം തന്നെ അങ്ങ് ഇവിടെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദിവ്യായുധങ്ങളെല്ലാം, അതിന്റെ പ്രയോഗവിധിയും അതിന്റെ ഉപസംഹാര വിധിയും എല്ലാം അങ്ങ് അനുഗ്രഹപൂർവകമായിട്ട് എനിക്ക് ഉപദേശിച്ചു തരണം, എനിക്ക് തരണം എന്ന് അഭ്യർത്ഥിച്ചു. ഇന്ദ്രൻ ഉടനെ തന്നെ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. സകല ആയുധങ്ങളും ഞാൻ തരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴല്ല, അതിൻ്റെതായൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ഞാൻ തരും. ആ ആയുധങ്ങൾ നേടുവാൻ തക്കതായിട്ടുള്ള തപസ്സിന്റെ ബലം കൂടി അർജുനൻ നേടേണ്ടതായിട്ടുണ്ട്. അത് അർജുനൻ സാധിക്കും. അതുകൂടി നേടിക്കഴിയുമ്പോൾ അതിനുള്ള സമയമാകും. അതെന്നാണ് എന്ന് എനിക്ക് ഇപ്പോഴേ അറിയാം. ഞാൻ ആ ദിവ്യായുധങ്ങളെല്ലാം തരും. അതെന്നാണ് എന്നുള്ളതിന്റെ ഒരു സൂചന ഇന്ദ്രൻ അർജുനനോട് പറയാണ്. യഥാ പ്രസന്നോ ഭഗവാൻ മഹാദേവോ ഭവിഷ്യതി. അല്ലയോ അർജുന, എപ്പോഴാണോ കൈലാസനാഥനായിരിക്കുന്ന ഭഗവാൻ മഹാദേവൻ നിന്റെ തപസ് കണ്ടിട്ട്, നിന്റെ അർപ്പണബുദ്ധി കണ്ടിട്ട്, നിന്റെ ലക്ഷ്യത്തിന്റെ ശുദ്ധി കണ്ടിട്ട്, ധർമ്മസ്ഥിരത കണ്ടിട്ട് സന്തുഷ്ടനായിത്തീരുന്നത്, അങ്ങനെ നിന്നെ അനുഗ്രഹിക്കുന്നത്, അല്ലയോ അർജുന, അന്ന് ആ സമയത്ത് തഥാ തുഭ്യം പ്രദാസ്യാമി പാണ്ഡവ അസ്ത്രാണി സർവശഃ. അല്ലയോ അർജുന, അല്ലയോ പാണ്ഡവ, സകല അസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളും ആ അവസരത്തില് ഞാൻ നിനക്ക് തരും. അങ്ങനെ എന്നാണ് കൊടുക്കുന്നത് എന്നും പറഞ്ഞു വെച്ചു.
എന്ന് മാത്രമല്ല, ഒരു പ്രചോദനം അർജുനന് കൊടുത്തു, ഒരു ലക്ഷ്യബോധം അർജുനന് കൊടുത്തു. കൈലാസനാഥനെ കാണണം, മഹാദേവനെ കാണണം, അതിന് മഹാദേവനെ തപസ് ചെയ്യണം. അങ്ങനെ ഭാവിയിലേക്കുള്ള കർമ്മമാർഗം കൂടി ഈ വാക്കുകളിലൂടെ ഇന്ദ്രൻ അർജുനന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ഒന്നുകൂടി അതിനെ വ്യക്തമാക്കുകയാണ് ദേവേന്ദ്രൻ. അഹമേവച തം കാലം വ്യത്സ്യാമി ഗുരുനന്ദന. അല്ലയോ, ഗുരുകുലത്തിന് സന്താനമായിട്ടുള്ള, ആ ഗുരുകുലത്തിന്റെ അഭിമാനത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ടുള്ള, ആ ഗുരുകുലത്തിന് വേണ്ടുന്ന സർവ്വഗുണങ്ങളുമുള്ളവനായ അല്ലയോ അർജുന, അതെന്നാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. ആ ദിവസം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. മഹത്തരമായിട്ടുള്ള തപസ്സുകൊണ്ടാണ് നിനക്ക് അതിനുള്ളതായ ഭാഗ്യം കൈവരിക. ഞാൻ എന്തൊക്കെ തരുന്നറിയോ? ആഗ്നേയാനിച്ച സർവാണി വായവ്യാനിച്ച സർവശഃ മദീയാനിച്ച സർവാണി ഗ്രഹിഷ്യസി ധനഞ്ജയ. അല്ലയോ അർജുന, ആഗ്നേയമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും ആയുധപ്രയോഗങ്ങളും ഉപസംഹാര വിദ്യകളും ഒക്കെ ഞാൻ നിനക്ക് തരും. അതേപോലെ വായവ്യമായിട്ടുള്ള ആയുധങ്ങൾ അനേകമുണ്ട്, അതിന്റെ പ്രയോഗവിധാനങ്ങൾ, അതിന്റെ ഉപസംഹാര വിധാനങ്ങൾ, അതേപോലെ തന്നെ അതിനെ തടയാനുള്ള മാർഗങ്ങൾ എല്ലാം ഞാൻ നിനക്ക് തരും. പിന്നെ മദീയാനി, എന്റേതായിട്ടുള്ള ഐന്ദ്രമായിരിക്കുന്ന സർവ്വ ആയുധങ്ങളും, അതിന്റെ പ്രയോഗവിധികളും അതിന്റെ ഉപസംഹാര വിധികളും അതിനെ തടയാനുള്ള വിധികളും എല്ലാം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. അതിലെല്ലാത്തിലും നിനക്ക് പ്രാവീണ്യം നേടുവാനായും സാധിക്കും. അതിനു വേണ്ടിയിട്ട് നീ തപസ് ചെയ്യണം, തപസ് കൊണ്ടുള്ളതായ ശക്തിയെ കൈവരിക്കണം. ഇങ്ങനെ അർജുനനോട് അദ്ദേഹം പറഞ്ഞു, അർജുനന് ഇങ്ങനെ ആയുധങ്ങൾ കൊടുക്കാം, അതിനുള്ള സമയവും എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അർജുനനെ അനുഗ്രഹിച്ചു. അർജുനന് കൊടുത്ത വരം അതാണ്. ആ അവസരത്തില് വാസുദേവൻ വരം ചോദിച്ചു. അദ്ദേഹം ചോദിച്ച വരം എന്തെന്നാൽ, വാസുദേവോപി ജഗ്രാഹ പ്രീതിം പാർത്ഥേന ശാശ്വതീം. അദ്ദേഹം ചോദിച്ച വരം ഇതാണ്: എനിക്ക് എന്നും അർജുനനുമായിട്ട് ചങ്ങാത്തം ഉണ്ടാകണം, അർജുനന് എന്നോടും ഒരിക്കലും പിരിയാത്തതായ ചങ്ങാത്തം ഉണ്ടാകണം. ഇതാണ് ഇന്ദ്രനോട് കൃഷ്ണൻ ചോദിച്ചതായ വരം. ദദൗ സുരപതിശ്ചൈവ. ദേവന്മാരുടെ അധിപതിയായിരിക്കുന്ന ഇന്ദ്രൻ കൃഷ്ണൻ ചോദിച്ച ആ വരത്തെയും നൽകി. കൃഷ്ണൻ ചോദിച്ച ആ വരത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. നമ്മുടെ ഉള്ളിൽ കൃഷ്ണൻ ഇരിക്കുന്നു, പരമാത്മാവ്. ഉള്ളിന്റെ ഉള്ളിൽ പരമാത്മാവ് ഇരിക്കുന്നു. നാം ആകുന്ന അർജുനൻ, അതാണ് ജീവാത്മാവ്. അതും ഇരിക്കുന്നു. ആ അർജുനനെ നമുക്കറിയാം. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു എന്നിങ്ങനെ ഞാൻ എന്നുള്ള ആ അനുഭവത്തെ നാം നേടുന്നത് ആ അർജുനത്വത്തെ നമുക്കറിയുന്നത് കൊണ്ടാണ്. നാം ആകുന്ന അർജുനനാണ് അതെല്ലാം അറിയുന്നത്. അങ്ങനെയുള്ള ജീവാത്മാവാകുന്ന നാം ഈ ശരീരമാകുന്ന തേരില്, ഈ ജീവിതമാകുന്ന ആയോധന മണ്ഡലത്തില് ചെയ്യേണ്ടതായ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. ഈ അവസരത്തിൽ ജീവാത്മാവിന് പരമാത്മാവിനോട് എപ്പോഴും ആഭിമുഖ്യം ഉണ്ടാകണം, ചങ്ങാത്തം ഉണ്ടാകണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജീവാത്മാവ് ധർമ്മത്തിൽ തന്നെ അടിയുറച്ച നിഷ്ഠയോടുകൂടിയിട്ട് താൻ ചെയ്യുന്ന കർത്തവ്യങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിതമായ പൂജയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഫലമായിട്ട് ആ കർമ്മങ്ങളെല്ലാം തന്നെ കർമ്മയോഗമായി തീരും. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം കർമ്മയോഗം. 2-ാം അധ്യായത്തിന്റെ പകുതി കഴിയുമ്പോഴേക്കും കർമ്മയോഗം അദ്ദേഹം അവിടെ തന്നെ വിശദമായി പറയും. യേഷാത്തെ അഭീത സാഖ്യേ ബുദ്ധി യോഗേതു ഇമാം ശൃണു. അല്ലേ അർജുന, നിനക്ക് ഞാനിതാ സാഖ്യബുദ്ധി ഉപദേശിച്ചു കഴിഞ്ഞു. ജ്ഞാനബുദ്ധി ഉള്ളതൊന്നു മാത്രം, പരമാത്മാവ് മാത്രം. അത് ഞാൻ ഉപദേശിച്ചു കഴിഞ്ഞു. അതാണ് സാഖ്യബുദ്ധി, പരമാത്മജ്ഞാനം. ആ സാഖ്യബുദ്ധി
എപ്പോഴും ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അത് പക്ഷേ ജീവാത്മാവ് മറന്നിരിക്കുന്നു. അതിനെ ആ മറവി നീക്കി തെളിച്ചെടുക്കണം, അത്രേ വേണ്ടൂ. എങ്ങനെയാ മറവി നീക്കുക? അതിനു വേണ്ടിയിട്ടുള്ളതായ കർമ്മങ്ങൾ, അതാണ് യോഗബുദ്ധി. ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് ഒന്നാക്കി തീർക്കുന്ന, ജീവാത്മാവ് പരമാത്മാവ് തന്നെ എന്നുള്ള ഐക്യത്തിന്റെ, തത്ത് ത്വമസി എന്നുള്ള ഐക്യത്തിന്റെ ആ പ്രത്യക്ഷാനുഭവം ഉളവാക്കി തീർക്കുന്ന ഉപാസനാ പദ്ധതികൾ, അതാണ് യോഗബുദ്ധി. അത് കർമ്മത്തിന്റെ മാർഗത്തിലുണ്ട്, രാജയോഗത്തിന്റെ മാർഗത്തിലൂടെയുണ്ട്, ജ്ഞാനയോഗത്തിന്റെ മാർഗത്തിലൂടെയുണ്ട്, അതേപോലെ തന്നെ സാഖ്യയോഗത്തിന്റെ മാർഗത്തിലൂടെയുണ്ട്. ഇങ്ങനെ അനേകം മാർഗങ്ങളിലൂടി. അതിൽ വളരെയേറെ എളുപ്പമായിട്ടുള്ളത് ഭക്തിയുടെ മാർഗമാണ്. അങ്ങനെയുള്ള അനേകം മാർഗങ്ങളിലൂടി ആ ജ്ഞാനത്തില്, പരമമായിരിക്കുന്ന ജ്ഞാനത്തില്, ബ്രഹ്മജ്ഞാനത്തില്, സാഖ്യബുദ്ധിയില് എത്തിച്ചേരാം. അതിനു വേണ്ടിയിട്ടാണ് യോഗബുദ്ധി പറയുന്നത്. മാർഗം ഏതു തന്നെയായിരുന്നാലും, ഭക്തിയായാലും ജ്ഞാനമായാലും രാജയോഗമായാലും ഇതിന്റെയൊക്കെ അവാന്തര വിഭാഗങ്ങൾ അനേകമുണ്ട്. അതിലേതു തന്നെയായിരുന്നാലും എല്ലാവർക്കും നിരന്തരം ചെയ്യേണ്ടിയിട്ടുള്ളതായ ഒരു പ്രവൃത്തി എന്നുള്ളത്, ഉപാസനാ പദ്ധതി എന്നുള്ളത് കർമ്മയോഗം തന്നെയാണ്. കാരണം ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ ഏതൊരു ജീവിക്കും കർമ്മം ചെയ്യാണ്ട് സാധ്യമേ അല്ല. അപ്പോ കർമ്മബന്ധനം ഉണ്ടാകാതെ കർമ്മം ചെയ്യാൻ പഠിക്കണം. യോഗ കർമ്മസു കൗശലം. അത് രാജയോഗിക്കും വേണം, അതേപോലെ ജ്ഞാനമാർഗത്തിലൂടെ പോകുന്നയാളിനും വേണം, അതേപോലെ ഭക്തിമാർഗം പിന്തുടരുന്നയാളിനും വേണം. ഇങ്ങനെ ഏത് മാർഗം പിന്തുടരുന്ന ആളിനും ജീവിതത്തിലെ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെയുള്ള സർവകർമ്മങ്ങളും കർമ്മ യോഗാധിഷ്ഠിതമായിട്ട് ചെയ്തേ പറ്റും. അതിനാണ് പ്രാമുഖ്യം ആദ്യമേ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം ഗീതയിൽ നമ്മെ കേൾപ്പിക്കും. അതാണ് ഞാൻ നിനക്ക് സാഖ്യബുദ്ധി ഇതാ പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി അതിൽ എത്തിച്ചേരാൻ പ്രയോജനപ്പെടുന്നതായ യോഗബുദ്ധിയും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പിന്നെ കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കും. 2-ാം അധ്യായത്തിൽ തന്നെ സാഖ്യയോഗം എന്നാണ് അതിന്റെ പേര്. എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ യോഗം.